നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് മന്ത്രി കെ രാജൻ. കോർപ്പറേഷൻ 15ാം ഡിവിഷനിലെ PK രുക്മിണിക്ക് PV പൗലോസ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ 3ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് 11ാം വാർഡിലെ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് മന്ത്രി കെ രാജൻ. എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കും. ഇതോടെ കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ റവന്യൂ വകുപ്പ് മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഡയറക്ടർമാർ, അന്താരാഷ്ട്ര പ്രതിനിധികൾ, ഡൊമൈൻ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഓൾ ഇന്ത്യ കോൺക്ലേവായ ഭൂമി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന് മാതൃകയാകുന്ന വിധത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയാലോ എന്ന ആലോചനയിൽ നിന്നാണ് ഓൾ ഇന്ത്യ സർവേ കോൺക്ലേവ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളടക്കം 26 സംസ്ഥാനങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചു. ഏകദേശം 23 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയ ആശയവിനിമയമായിരിക്കും കേരളം ആരംഭിച്ച ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ നവോത്ഥാനപരമായ പദ്ധതിയിലൂടെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളിലെ ഭൂസേവനങ്ങൾ ഏകോപിപ്പിച്ച് പൗരന്മാർക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു ഏകജാലക പ്ലാറ്റ്ഫോം മുഖേന ലഭ്യമാകുന്ന രീതിയിൽ എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനവും നടപ്പാക്കിയതിലൂടെ ഇന്ത്യ കേരളത്തിലെ അത്ഭുതകരമായ മാറ്റം കണ്ടുപഠിക്കുകയാണ്. കേരളത്തിൽ സമഗ്ര ഭൂവിവര സംവിധാനം ആദ്യമായി നിലവിൽ വരുന്നത് മഞ്ചേരിയിലാണെങ്കിലും 1 മാസത്തിനകത്ത് 100 വില്ലേജുകളിൽ ഈ സംവിധാനത്തിന്റെ പ്രയോജനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് സർക്കാർ. ഈ നവംബർ മാസത്തോടെ പോർട്ടൽ നിലവിൽ വരുന്ന വില്ലേജുകളിൽ സ്മാർട്ട് റവന്യൂ കാർഡ് വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. ഇതോടെ കേരളം ഇന്ത്യക്ക് മുൻപേ സഞ്ചരിക്കുന്നു എന്നതിന് പകരം കേരളം ലോകത്തിനൊപ്പം സഞ്ചരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച എന്റെ ഭൂമി ഡിജിറ്റൽ ലാൻഡ് സർവേ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 51.79 ലക്ഷം പാഴ്സലുകളിലായി 7.01 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തിയാക്കി. നിലവിൽ 300 വില്ലേജുകളിൽ ഫീൽഡ് സർവേ പൂർത്തിയാക്കി. അടുത്ത 200 വില്ലേജുകളിൽ സർവേ ജോലികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. അത്യാധുനിക സർവേ ഉപകരണങ്ങളും സമഗ്രമായ സോഫ്റ്റ്വെയർ സൊല്യൂഷനുകളും ഉപയോഗിച്ച് ഫീൽഡിൽ വെച്ചു തന്നെ സർവേ സ്കെച്ച്, ഡാറ്റ വാലിഡേഷൻ, പബ്ലിഷിംഗ്, തത്സമയ ഓൺസൈറ്റ് റെക്കോർഡ് പരിശോധന തുടങ്ങിയ സർവേയുടെ എല്ലാ ഘട്ടങ്ങളും സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എൻഡ്-ടു-എൻഡ് ഡിജിറ്റൽ സർവേ പദ്ധതിയാണ് എന്റെ ഭൂമി പദ്ധതി. ജൂൺ 25-28 ദിവസങ്ങളിൽ തിരുവനന്തപുരം, കോവളം, ഉദയസമുദ്രയിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവേ ഉത്തരമേഖല ജോയിന്റ് ഡയറക്ടർ കെ സുനിൽ, അഡീഷണൽ ഡയറക്ടർ PS സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B അജികുമാർ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി സ്മാർട്ട് ഗവേണൻസിൻ്റെ ഡിജിറ്റൽ സർവേ ഇന്നോവേഷൻസ്, ഇൻ്റഗ്രേഷൻ ആൻഡ് ഇമ്പാക്റ്റിനെ കുറിച്ച് കേരള സർക്കാരിൻ്റെ റവന്യൂ വകുപ്പും സർവേ ഭൂരേഖ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് ഈ ദേശീയ കോൺക്ലേവ്. 25-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന വിധത്തിലാണ് കോൺക്ലേവിൻ്റെ പരിപാടി ക്രമങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ജൂൺ 26-27 ദിവസങ്ങളിൽ കോവളത്തെ ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ചാണ് നമ്മുടെ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള അക്കാദമിക സെക്ഷൻ സംഘടിപ്പിക്കുന്നത്. ജൂൺ 28-ന് അവിടെ എത്തിച്ചേർന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളും
സർവേ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന റീസർവേ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളായി ആ സ്ഥലങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വരികയാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീസർവേ നടപടിക്രമങ്ങൾ നേരിട്ട് കാണാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം. പ്രാഥമികമായി ഞങ്ങൾ ആലോചിച്ചത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ അവരെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ വില്ലേജുകളിലും പ്രത്യേകമായിട്ടുള്ള പരിശോധനയ്ക്കും പഠനത്തിനും വേണ്ടി എത്തിച്ചേരും. ജില്ലാ കളക്ടറും സർവേ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന യോഗമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. 28-ാം തീയതി പൂർണ്ണമായിട്ടും ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ തീയതി റിസർവ് ചെയ്ത് വെച്ച് 28-ാം തീയതി റിസർവ് ചെയ്ത് വെച്ച് അന്ന് നമ്മുടെ ജില്ലയിൽ എത്തിച്ചേരുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ സ്വീകരിക്കാനും വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന റീസർവേ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനെത്തുന്ന ഡിജിറ്റൽ റീസർവേ പരിപാടികൾ നേരിട്ട് കാണാനെത്തുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റാലിറ്റി പ്രദർശിപ്പിക്കാനും കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾ തയ്യാറാക്കണം. കോർപ്പറേഷൻ 15-ാം ഡിവിഷനിലെ PK രുക്മിണിക്ക് PV പൗലോസ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA വീടിന്റെ നാമകരണം നടത്തി. ഫാദർ ബേസിൽ കൊല്ലന്മാലിൽ, കൗൺസിലർ ശ്യാമള മുരളീധരൻ, സതീഷ് ചന്ദ്രൻ, PS ബാബു, V ഗോപാലകൃഷ്ണൻ, P വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PV പൗലോസ് സ്വാഗതവും PK രുക്മിണി നന്ദിയും പറഞ്ഞു. ചേച്ചി വളരെ സന്തോഷമുണ്ട്. അതോടെ റിലീസ് ചെയ്ത് നിർവഹിക്കപ്പെടുമ്പോൾ സമൂഹമാകെ ഇതിനെ പിന്തുണയ്ക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ വർത്തമാന കാലത്തും നല്ലതല്ലാത്ത കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങളും നിരവധിയായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിൽ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അതിനേക്കാൾ മഹത്തരമായ മറ്റെന്ത് കാര്യമാണുള്ളത്? മനുഷ്യന്റെ വേദനകൾ മനസ്സിലാക്കുക, ദയയോടെ കാര്യങ്ങൾ കാണുക. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ അതുണ്ടാക്കുന്ന സന്തോഷം നിറഞ്ഞൊഴുകുന്ന എത്രയെത്ര മുഹൂർത്തങ്ങൾ നമുക്കുണ്ടാകും. ഇവിടെ ശ്രീമതി രുക്മിണിക്ക് വീടില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ള ഒരു ഭവനം അത് നിർമ്മിക്കുന്നതിന് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റും ശ്രീ പൗലോസും ട്രസ്റ്റിലെ അംഗങ്ങളെല്ലാം കാണിച്ചൊരു മനസ്സ് അത് ഈ നാടിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവരെല്ലാം ഈ നാടിന് വേണ്ടി, നാടിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നാടിനു വേണ്ടി അവരെ അഭിനന്ദിക്കാൻ ഞാൻ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം ഈ നല്ല കാര്യത്തോടൊപ്പം നിൽക്കാം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം, അത് ഒരു പാട്ടായിട്ട് ദീർഘകാലം നമ്മുടെ മനസ്സിലെല്ലാം വന്നിട്ടുള്ള ഒരു പാട്ടാണ്. KS ജോർജിന്റെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടുന്നില്ല. അത് KS ജോർജിന്റെ വിഖ്യാതമായ ഒരു പാട്ടാണ്. ആ കാലത്ത് ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ വലുതായിരുന്നു. അത് ജന്മിത്വത്തിന്റെ ഏറ്റവും ശക്തമായ കാലത്താണ് ആ നാടകം വരുന്നത്.
പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് 3-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് PG ബേബി അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വാർഡ് തലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുവാൻ കഴിയാത്ത രീതിയിലേക്ക് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നിലം പതിച്ചുവെന്നും അതിന് ഉത്തമ ഉദാഹരണമാണ് 3-ാം വാർഡെന്നും MP വിൻസെന്റ് പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ 70 കഴിഞ്ഞ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. KPCC മെമ്പർ ലീലാമ തോമസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റജി പാണങ്കുടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്ലസൻ വർഗീസ്, TV ജോൺ, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടി, അജു തോമസ്, അനിൽ നാരായണൻ, KM പൗലോസ്, വർഗീസ് വട്ടങ്കാട്ടിൽ, റോസലി, മുരളി, KM സുജിത്, തിമോത്തി പാർലിക്കാടൻ, പ്രേമൻ, സാബു എന്നിവർ സംസാരിച്ചു. ആവേശത്തോടെ ഉള്ളിലേക്ക് വന്ന ആ മുഖ്യമന്ത്രി മഴ കുറയുമ്പോൾ അവന് വിഷമം. കാരണം ഒരു പ്രളയം കൂടി കടന്നു വന്നാൽ അടുത്ത 5 വർഷം കൂടി തനിക്ക് ജീവിക്കാം. ഒരു കോവിഡ് കൂടി വരട്ടെ. ഇത് ഒമിക്രോൺ വന്നു. ഇവിടെ വീണ്ടും ഒരു കോവിഡ് കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈ പിണറായി, ആ പിണറായി നമുക്ക് വേണം. ആ പിണറായി എന്ന് പറയുന്നത് ഞാനും എൻ്റെ കെട്ടിയോളും പിന്നെ എൻ്റെ കുട്ടിയോളും എന്ന രൂപത്തിലോട്ട് നമ്മുടെ ഭരണം മാറി. നിങ്ങൾ തലമുതിർന്നവർ, നിങ്ങൾ ചെറുപ്പക്കാർ, മിടുക്കികൾ, പത്രം വായിക്കുന്നവർ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാവുന്ന തടസ്സങ്ങൾ എന്തെന്ന് കണ്ടറിയുവാൻ പാകതയുള്ളവരാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്തത് ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പനും മരുമകനും ഒരുമിച്ച് മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭ, അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ മന്ത്രിസഭ. അതിനെ തോച്ചാലിച്ച് നിൽക്കുന്ന കുറെ ഘടക വിഡികൾ അവരെല്ലാം മാറി നിൽക്കുകയാണ്, മിണ്ടാതെ ശബ്ദിക്കാതെ. അദ്ദേഹത്തിന് മാത്രം 80 വയസ്സായാലും രാഷ്ട്രീയത്തിൽ പിന്നെ പുറകോട്ടില്ല. പാവപ്പെട്ട അച്യുതാനന്ദൻ വന്നപ്പോൾ അച്യുതാനന്ദൻ മൂലയ്ക്ക് എഴുതി. പ്രിയപ്പെട്ട G സുധാകരൻ വന്നപ്പോൾ അദ്ദേഹത്തെ സൈഡിലേക്ക് ഒതുക്കി. ദിവസങ്ങളോളം വലയിൽ കുടുങ്ങി മുറിവേറ്റ് കിടന്ന പെരുമ്പാമ്പിന് പുതുജീവൻ. വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ക്വാർട്ടേഴ്സിന് സമീപത്തു നിന്നുമാണ് വലയിൽ കുടുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. സ്ഥലത്തില്ലാതിരുന്ന വീട്ടുകാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് പെരുമ്പാമ്പ് വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചതോടെ പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും എത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ നവാസ്, സർപ്പ വളണ്ടിയർ ശരത് മാടക്കത്ര എന്നിവർ ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പെരുമ്പാമ്പിനെ വലയിൽ നിന്നും പുറത്തെടുത്തു. ദിവസങ്ങളോളം പാമ്പ് വലയിൽ കുടുങ്ങിക്കിടന്നതിനെ തുടർന്ന് പെരുമ്പാമ്പിന്റെ ശരീരത്തിൽ വലിയ മുറിവുകളും ഇതിൽ പുഴുവരിച്ച നിലയിലുമായിരുന്നു. തുടർന്ന് പെരുമ്പാമ്പിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ ആതിര നാരായണൻ, ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ അലീന എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പാമ്പിന് വിദഗ്ധ ചികിത്സ നൽകി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. മുറിവുകൾ ഭേദമായതിനു ശേഷം ഉൾവനത്തിലേക്ക് വിടുമെന്നും വനം വകുപ്പ് അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ ഡെയ്സി ജേക്കബിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. വെട്ടുകാട് സംഘടിപ്പിച്ച പരിപാടി KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ML ബേബി, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡേവിസ് കണ്ണൂക്കാടൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് O ശോഭചന്ദ്രൻ, KT എബ്രഹാം, ജീവൻ ചെമ്മങ്കണ്ടം, സണ്ണി ഉഴുത്തുവാൽ, രാമചന്ദ്രൻ പുഞ്ചാടത്ത് എന്നിവർ പ്രസംഗിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, നരവംശാസ്ത്രം, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗവേണൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ എഞ്ചിനീയറിംഗ് ബിരുദമോ യോഗ്യതയുള്ള 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിരിക്കും പ്രവർത്തനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസത്തേക്ക് ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡായി 15,000 രൂപ ലഭിക്കും. പ്രവർത്തനം വിലയിരുത്തി 10 മാസം വരെ ഇന്റേൺഷിപ്പ് നീട്ടി നൽകും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിവിധ കോഴ്സുകൾ സൗജന്യമായി പഠിക്കുന്നതിനുള്ള അവസരവും പരിശീലനങ്ങളും കോഴ്സ് സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് +2 തത്തുല്യം ജയിച്ചവർക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് സൗജന്യമാണ്. www.fclkerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. ഫോമിന് 100 രൂപയാണ്. SC ST വിഭാഗക്കാർക്ക് 50 രൂപ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 10 വൈകിട്ട് 5 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487 238 4253. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. തിരുനാൾ ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ജിജു ജോർജ് അറക്കത്തറ കാർമ്മികത്വം വഹിച്ചു. റവറന്റ് ഫാദർ ഫ്രാൻസിസ് മോറിസ് വചന പ്രഘോഷണം നടത്തി. തുടർന്ന് ഇടവക വികാരിയും റക്ടറുമായ ഫാദർ ആന്റണി ചെട്ടിശ്ശേരി നേർച്ച പായസം ആശീർവദിച്ചു. സഹവികാരിമാരായ റവറന്റ് ഫാദർ മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ, റവറന്റ് ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ നേർച്ച പായസ വിതരണം നടത്തി. ഊട്ടുസദ്യയ്ക്കുള്ള മാങ്ങ അരിയൽ തുടങ്ങിയതോടെ 2 ലക്ഷം പേർക്ക് നൽകുന്ന നേർച്ച ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂൺ 10 പ്രസിദ്ധമായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ. ജൂൺ 9 2000-ഓളം തിരുനാൾ പ്രസിദ്ധേന്തിമാരുടെ വാഴ്ചയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പട്ടികജാതി വികസന വകുപ്പ് വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ അരുന്ധതിയാർ, ചക്ലിയൻ, വേടൻ, നായാടി, കള്ളാടി വിഭാഗക്കാർക്കായി പ്രത്യേകം നടപ്പാക്കുന്ന ദുർബല വിഭാഗ വികസന പദ്ധതിയുടെ ഭാഗമായി 2025-26 വർഷത്തെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഭൂമി വാങ്ങൽ, ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, സ്വയം തൊഴിൽ, കൃഷിഭൂമി, പഠനമുറി, ടോയ്ലറ്റ് നിർമ്മാണം, സ്വയം തൊഴിൽ പരിശീലനം എന്നീ പദ്ധതികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വകുപ്പ് നടപ്പിലാക്കുന്ന ഭൂമി വാങ്ങൽ, ഭവന നിർമ്മാണം എന്നീ പദ്ധതികൾക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പഠനമുറി പദ്ധതിക്ക് 5 മുതൽ 12 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. പഠനമുറി നിർമ്മിക്കുന്നതിന് 3 ലക്ഷം രൂപ അനുവദിക്കും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം എന്നിവയ്ക്ക് ധനസഹായം ലഭിച്ചവരാകരുത് അപേക്ഷകർ. സ്വയം തൊഴിൽ പദ്ധതിക്ക് പ്രോജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 ലക്ഷം രൂപ വരെ ഗ്രാന്റായി അനുവദിക്കും. പ്രായപരിധി 18-നും 60-നും മധ്യേ.
പദ്ധതികളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വരുമാന പരിധി 1,00,000 രൂപയാണ്. അപേക്ഷാ ഫോം ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ലഭിക്കും. ജൂൺ 30 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതത് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487 236 0381. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ബിന്ദുസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ബിന്ദുസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളിയിൽ വീടിനുള്ളിൽ യുവതി മരിച്ച സംഭവം കൊലപാതകം. ഭർത്താവ് കുറ്റം സമ്മതിച്ചു, കൊന്നത് ശ്വാസം മുട്ടിച്ചു. വരന്തരപ്പള്ളിയിൽ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവ്യയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ ഭർത്താവ് കണ്ണാറ കരടിയാള സ്വദേശി തെങ്ങനാൽ കുഞ്ഞുമോൻ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. ശ്വാസം മുട്ടിച്ചാണ് പ്രതി ഭാര്യയെ കൊലപ്പെടുത്തിയത്. നെഞ്ചുവേദനയെ തുടർന്നാണ് ഭാര്യ മരിച്ചത് എന്ന് പ്രതി പോലീസിനോടും നാട്ടുകാരോടും പ്രചരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുഞ്ഞുമോൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും 2 ദിവസമായി ദിവ്യയ്ക്ക് പനി ഉണ്ടായിരുന്നതായും കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ദിവ്യയുടെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. സംശയരോഗമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇവർക്ക് 11 വയസ്സായ ഒരു മകനുണ്ട്. രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. BA ഹിന്ദി, MA ഹിന്ദി, B.Ed ഹിന്ദി, KTech, സെറ്റ് എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. MAd, MA എഡ്യൂക്കേഷൻ യോഗ്യത ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ജൂൺ 13 രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0487 233234. പോക്സോ കേസിൽ യുവാവിനെ കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് സൗഹൃദം സ്ഥാപിച്ച ശേഷം പെൺകുട്ടിയുടെ ഫോട്ടോസ് അയച്ചു വാങ്ങുകയും സൗഹൃദം ഉപേക്ഷിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഫോട്ടോകൾ അയച്ചു വാങ്ങുകയും അത് മറ്റൊരാൾക്ക് അയച്ചു നൽകുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയായ കൊല്ലം പെരുന്നാട് തോട്ടുകര സ്വദേശി തോട്ടുകര വീട്ടിൽ അഖിൽ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം അഖിലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, ASI ജിനി, CPO ബിനു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ 2ാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് മന്ത്രി K. രാജൻ. കോർപ്പറേഷൻ 15ാം ഡിവിഷനിലെ PK രുക്മിണിക്ക് PV പൗലോസ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ 3ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് 11ാം വാർഡിലെ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.